ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF തോൽവിയിൽ പാലക്കാട് DCC പ്രസിഡന്റിനെതിരെ പോസ്റ്റർ. ആലത്തൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ രാജിവെക്കണമെന്ന ആവശ്യം. DCC ഓഫീസിന്റെ ചുവരിലും ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, നേരത്തെ തൃശൂരിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തോൽവിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ പാലക്കാടും ഇതേ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നുപോകുന്നത്. ഒരു പൊട്ടിത്തെറിയാണോ ജില്ലയിലുള്ളത്? ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ പിഴവുകളാണ് ഈ തോൽവിക്ക് വഴിവെച്ചത് എന്നായിരുന്നു DCC നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. രമ്യ ഹരിദാസിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയിട്ടുള്ള പ്രതികരണങ്ങളാണ് പാലക്കാട്ടെ DCC പ്രസിഡന്റായ A. തങ്കപ്പൻ ഇന്നലെ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം വന്നതിന് പിന്നാലെ നടത്തിയത്. ഇതിനെതിരെ രമ്യ ഹരിദാസും അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൂടെയല്ല, മറിച്ച് സംഘടനയുടെ സംവിധാനങ്ങളിലൂടെയാണ് പ്രതികരിക്കേണ്ടത് എന്നായിരുന്നു രമ്യ ഹരിദാസ് പ്രതികരിച്ചത്. ഇതിന് പിന്നാലെയാണ് DCC പ്രസിഡന്റായ A. തങ്കപ്പനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായുള്ള പോസ്റ്ററുകൾ പാലക്കാട്ടെയും ആലത്തൂരിലെയും വിവിധ ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പാലക്കാട്ടെ DCC ഓഫീസിന്റെ ചുവരിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഇതിന് പിന്നാലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂരിലും നെന്മാറയിലുമെല്ലാം സമാന രീതിയിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ആലത്തൂരിലെ തോൽവിയിൽ നിന്ന് A. തങ്കപ്പന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന രീതിയിലുള്ള വാക്കുകളാണ് ഈ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. DCC പ്രസിഡന്റ് ആലത്തൂരിലെ തോൽവിയിലെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. DCC ഓഫീസിന്റെ ചുവരിലും അതുപോലെ തന്നെ ആലത്തൂർ മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലുമാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും വലിയ രീതിയിലുള്ള പോരടിക്കലാണ് ഇതിന് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഫലം വന്നതിന് പിന്നാലെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും പാർട്ടിക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് യാതൊരു വിധത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് നേതാക്കൾ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തോൽവി UDF ആലത്തൂരിൽ ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ് DCC പ്രസിഡന്റായ A. തങ്കപ്പൻ ഇന്നലെ കുറ്റപ്പെടുത്തിയത്. ഇതിൽ രോഷം കൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ DCC നേതൃത്വത്തിനെതിരെ തന്നെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ജില്ലയിലെ പലയിടങ്ങളിലും ഒട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായും DCC ഓഫീസിന്റെ ചുവരുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വണ്ടൂർ, ആലത്തൂർ, നെന്മാറ തുടങ്ങിയ ഇടങ്ങളിലും ഇത്തരത്തിൽ DCC നേതൃത്വത്തിനെതിരെയും DCC പ്രസിഡന്റായ A. തങ്കപ്പനെതിരെയും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ശരി, ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.